രാഹുലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും VD സതീശനും എഴുതിയിട്ടുള്ള കത്ത് വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് CPM ഏറ്റവും കൂടുതലും പ്രതിസന്ധിയിൽ പോയൊരു സമയമായിരുന്നു കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ തളിപ്പറമ്പിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ അവിടുന്ന് പിണങ്ങി വിമത സ്ഥാനാർത്ഥിയായി UDFിൻ്റെ ഭാഗമാവുന്നു. അതിനു മുമ്പ് തന്നെ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ വലിയ രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നു. അവസാനം അദ്ദേഹം UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നൊരു സാഹചര്യം കണ്ടു. ഇതെല്ലാം CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ഈ തമ്മിലടി വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൊട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത് സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയാണ്. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞ് AICCക്ക് അയച്ച കത്ത്, അപ്പോൾ ആ കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഒരു കത്ത് വരുന്നുണ്ട്. അത് വ്യാജമല്ല, ഒറിജിനലാണ്, അത് അന്വേഷിക്കണം, അതിൻ്റെ പിന്നിലുള്ളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ മുന്നേക്ക് വന്നിട്ടുണ്ട്. അതിൽ സണ്ണി ജോസഫും നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും എഴുതിയ കത്ത് എന്നാണ് പറയുന്നത്. അപ്പം തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് തടയിട്ടത് തൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള സണ്ണി ജോസഫാണ് എന്നുള്ളൊരു വേദന സ്വാഭാവികമായിട്ടും കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പേരാവൂര് ശൈല ടീച്ചർ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പേരാവൂര് സണ്ണി ജോസഫിനെതിരെയാണ് ശൈല ടീച്ചർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നത് സണ്ണി ജോസഫ് തന്നെ വിജയിക്കും, ശൈല ടീച്ചർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാവുന്ന പോലെ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ക്ഷുഭിതനാവുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ആ ഫണ്ട് വിവാദത്തിൽ CPM UDF മൊത്തത്തിൽ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആക്ഷേപം UDFിന് ഈ തെരഞ്ഞെടുപ്പിൽ കേൾക്കേണ്ടി വന്നത് ഈ വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ടിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കണ്ണൂർ രാഷ്ട്രീയത്തെ ബാധിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന പാളിച്ചകൾ തിരുത്തുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, കോൺഗ്രസിനുള്ളിലെ ഈ തമ്മിലടിയാണ് CPMന് അനുകൂലമായിട്ട് വരുന്നൊരു കാര്യം. ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ പോലും TO മോഹനൻ തോൽക്കുമെന്നുള്ളൊരു പ്രവചനം UDFിൻ്റെ തന്നെ ഉള്ളിൽ വരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അല്ലെങ്കിൽ VD സതീശനും സുധാകരനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു തോന്നൽ, ആ തോന്നൽ അണികളുടെ ഇടയിൽ മുഴുവനായിട്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കണ്ണൂർ രാഷ്ട്രീയത്തെ ബാധിക്കും. ഇപ്പോൾ തന്നെ CPM ഏറ്റവും പ്രതിസന്ധിയിൽ പോയത് പയ്യന്നൂരും തളിപ്പറമ്പിലുമാണ്. ഈ രണ്ട് സ്ഥലത്തും CPM വിജയിക്കുമെന്നുള്ള പൂർണ്ണൊരു വിശ്വാസത്തിലേക്കാണ് CPM വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പേരാവൂരാണ് UDFിന് കണ്ണൂരിൽ പറയാൻ കഴിയുന്ന ഒരു ശക്തമായിട്ടുള്ള സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വർഷങ്ങളായിട്ട് ഇപ്പോൾ സണ്ണി ജോസഫ് ആ മണ്ഡലം കൃത്യമായി നോക്കി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ നമുക്കറിയാം, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും KK ശൈലജ എന്ന് പറയുന്നത് CPMന്റെ ഒരു മുഖമായിരുന്നു. മട്ടന്നൂർ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ്. കേരളത്തിന്റെ അടുത്ത വനിതാ മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയ ഒരാളാണ്. സ്വാഭാവികമായിട്ടും ശൈല ടീച്ചറെ ആ രീതിയിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്. CPMനുള്ള കടുത്ത പോരാളി തന്നെയാണ് ശൈല ടീച്ചർ. പേരാവൂരാണെങ്കിൽ പോലും ഏകദേശം 3000-4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് വിജയിക്കുന്നത്. അപ്പോൾ ഈ 4000 വോട്ട് മറികടക്കാൻ ശൈല ടീച്ചർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കത്ത് വിവാദം, സുധാകരനെ നിയമസഭയിലേക്ക് അയക്കരുത്, അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്നും മാറ്റിയിട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കരുത് എന്ന് കത്തയച്ചത് സണ്ണി ജോസഫ് ആണ് എന്നുള്ള വിവാദം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അണികളുടെ ഉള്ളിൽ തന്നെ വലിയൊരു രോക്ഷമുണ്ടാവും. കണ്ണൂരിൽ ആരായിരുന്നു സുധാകരൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്രയും ധീരനായിട്ട്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്രയും ധീരനായിട്ടുള്ള നേതാവ് എന്ന് പറയുമ്പോൾ കുമ്പക്കുടി സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിനുള്ള അണികൾക്ക് ശക്തമായിട്ടുള്ളൊരു വികാരം പകരുന്നൊരു സാധനമാണ് സുധാകരൻ. ആ സുധാകരനെ നിയമസഭയിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ നിയമസഭയിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചത് അദ്ദേഹത്തിന് തന്നെ ശിഷ്യനായിട്ടുള്ള, അദ്ദേഹം കൂടെ കൊണ്ട് നടന്ന, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ് ആണ് എന്നുള്ള വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അണികൾക്കിടയിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, വലിയ രോഷമുണ്ടാകും. ആ രോഷം
ഈ പേരാവൂർ തെരഞ്ഞെടുപ്പിൽ, അതായത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് CPM വിശ്വസിക്കുന്നത്. അതങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കെ സുധാകരൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ, കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ അത്രയും ശക്തനായിട്ടുള്ളൊരു നേതാവാണ്. ആ നേതാവിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി കളിച്ച കളികൾ അത് കണ്ണൂരിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ കണ്ണൂർ പോലും നഷ്ടപ്പെടും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പതനം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ ഈ തമ്മിലടി തന്നെയാണ്. പിന്നീട് ഇപ്പോൾ ശൈലജ ടീച്ചറെ സംബന്ധിച്ച് ശൈലജ ടീച്ചർ ഒരു തരംഗമായിരുന്നു. ഇപ്പോൾ ശൈലജ ടീച്ചർ ആ ഇമേജ് ഇളകുന്നൊരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം. ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് 1 ലക്ഷം വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വടകര പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ ശൈലജ ടീച്ചർക്ക് ഉണ്ടാകുന്ന തോൽവി. പക്ഷേ ഷാഫി പറമ്പിലിനോടാണ് തോൽക്കുന്നത്. ആ തോൽവി ആരും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഒരു തരംഗം തന്നെയാണ്. കണ്ണൂർ മണ്ഡലത്തിൽ 40,000 വോട്ടിന്റെ വലിയൊരു ചരിത്ര ഭൂരിപക്ഷം തീർക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പേരാവൂരിലേക്ക് വരുമ്പോഴും അത് പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ രണ്ടുപേരും രാഷ്ട്രീയ ചരിത്രത്തിൽ നിലവിൽ വലിയൊരു ഫിഗറുകളായിട്ടാണ് നിൽക്കുന്നത്. സണ്ണി ജോസഫ് ആണെങ്കിൽ KPCC പ്രസിഡന്റും ശൈലജ ടീച്ചർ CPMന്റെ ഏറ്റവും വലിയ കാൻഡിഡേറ്റുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ സണ്ണി ജോസഫ് തോൽക്കുകയാണെങ്കിൽ അതിന് കാരണം കെ സുധാകരൻ അനുകൂലികളായിരിക്കും, അല്ലെങ്കിൽ കെ സുധാകരന്റെ ആ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ കെ സുധാകരനെതിരെ പണി കൊടുക്കാൻ നിന്നതിൻ്റെ പരിണിത ഫലമായിരിക്കുമെന്നുള്ള സൂചനകളാണ് അവിടെ നിന്ന് വരുന്നത്. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്രയും വർഷമില്ലാത്തതുപോലെ പല നേതാക്കന്മാരും കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. CPM ആദ്യ സമയം ഭയങ്കര പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMന് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോയി. പക്ഷേ തിരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ CPM എല്ലാം സെറ്റിൽമെന്റ് ചെയ്തു. അതിന് CPMനെ നമ്മൾ അനുമോദിക്കണം. ഇത്രയും വലിയ വിഷയങ്ങളുണ്ടായി. എത്ര പേരാണ് വിമത സ്ഥാനാർത്ഥികളായിട്ട് പോകുന്നത്? എന്നിട്ടും CPM എന്താണ് ഇതെല്ലാം കൃത്യമായി സംഘടനാ സംവിധാനം ചലിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം ഡീൽ ചെയ്തു, ഇതെല്ലാം സെറ്റിൽമെന്റ് ചെയ്തു. അപ്പോൾ പയ്യന്നൂരാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും ഇപ്പോൾ CPM തന്നെ വിജയിക്കുമെന്നാണ് അവർ പറയുന്നത്, അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് കോൺഗ്രസിലെ തമ്മിലടി വലിയ സഹായം ചെയ്തിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് അവർക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് UDF നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, എല്ലാ കാലത്തും നമുക്കറിയാം UDFൽ വലിയ അടികളൊക്കെ നടക്കും. പക്ഷെ ഇത്തരത്തിൽ കെ സുധാകരനെ പോലൊരു നേതാവിനെ വെച്ച് കളിക്കുമ്പോൾ അണികൾക്ക് അത്രത്തോളം വികാരമുള്ളൊരു നേതാവാണ്, അത്രത്തോളം ആവേശമുള്ളൊരു നേതാവാണ്. അപ്പോൾ ആ നേതാവിനെ വെച്ച് കളിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്നൊരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ വലിയൊരു പാളിച്ചയായിരിക്കും UDFന് ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ LDF ഇതെല്ലാം കവർ ചെയ്ത് വരാനുള്ള സാഹചര്യങ്ങൾ അവിടെ LDF ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പേരാവൂർ പോലൊരു മണ്ഡലം നഷ്ടപ്പെടുകയാണെങ്കിൽ, അതും സണ്ണി ജോസഫ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആ കത്തിന്റെ പേരിൽ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന്റെ പേരിൽ തോൽക്കുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കത്ത് വിവാദം തന്നെയാണ്.